വെൽക്കം ടു കോലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ കോർപ്പറേഷനിൽ നിന്നും കുറച്ച് PYQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നമ്മുടെ PYQ സീരീസ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ താലൂക്ക് ആൻഡ് ദ പ്രിൻസിപ്പൽ ഒബ്ജക്ട് ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഓപ്ഷൻസ് നോക്കാം. എ കേസ് കാർഡ്, ബി PCRDB, സി കേരള ബാങ്ക്, ഡി ഓൾ ഓഫ് ദീസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി PCRDB. എന്താണ്, ഏത് ടൈപ്പ് സൊസൈറ്റികൾക്കാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ താലൂക്ക് ഉള്ളതും പിന്നെ കൂടാതെ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ദീർഘകാല വായ്പ കാർഷികപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ടും കൊടുക്കുന്നത് ഏത് ടൈപ്പ് ബാങ്കുകളാണ്? ഏതാണ്? PCRDB. എന്താണ് PCRDB? പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. സെക്ഷൻ 2OCയിലാണ് PCRDBയെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്താണ്? 1 താലൂക്കിലാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ദീർഘകാല വായ്പ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ 2 ടയറിലാണ് വരുന്നത്. അതിന്റെ അപ്പെക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കേസ് കാർഡാണ്. കേസ് കാർഡ് ബാങ്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. എന്നാൽ PCRDB എന്ന് പറയുന്നത് പ്രൈമറി ലെവലിൽ പ്രവർത്തിക്കുന്നതാണ്. അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ 1 താലൂക്കാണ്. നമ്മുടെ കേരളത്തിൽ എത്ര PCRDB ഉണ്ട്? 77 PCRDB ഉണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് PCRDBയുടെ ഫൈനൽ അതോറിറ്റി ഇൻ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബാങ്ക് എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ഡേ ടു ഡേ മാനേജ്മെന്റ് ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. പിന്നെ കൂടാതെ നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ ബാങ്ക് സെക്രട്ടറി ആണ്. പിന്നെ PCRDBയിലെ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? 13 അംഗങ്ങളുണ്ട്. Large sized societies are reorganized and converted as service cooperative societies on the resolution of dash. Options നോക്കാം. A NCDC, B NDC, C both A and B, and D none of these. Correct answer is option B NDC. എന്താണ് NDC? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വലിയ രീതിയിലുള്ള വായ്പാ സംഘങ്ങൾ റീഓർഗനൈസ് ചെയ്ത്, അതായത് ഒന്ന് പുനഃസ്ഥാപിച്ച് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തി അത് കൺവേർട്ട് ചെയ്ത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആക്കണം, അല്ലെങ്കിൽ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്കണം എന്ന് പറഞ്ഞത് ഏത് പ്രമേയത്തിന്റെ, ആരുടെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആരുടെ പ്രമേയമാണ്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ NDC 1958 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള വായ്പാ സംഘങ്ങളെ റീഓർഗനൈസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്യണം? സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാക്കി മാറ്റണമെന്ന് പറഞ്ഞത്. നമ്മുടെ ലാർജ് സൈസ്ഡ് സൊസൈറ്റീസ് റെക്കമെൻഡ് ചെയ്തത്, അത് ഫോം ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? സർവേ കമ്മിറ്റിയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. സർവേ കമ്മിറ്റിക്ക് വേറൊരു പേരുണ്ട്, ഗോവാല കമ്മിറ്റി. പിന്നെ ഈ ഒരു ലാർജ് സൈസ്ഡ് സൊസൈറ്റീസിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്താണ്? കൺഫൈൻഡ് ടു എ താലൂക്ക് ഓർ മോർ ദാൻ 1 താലൂക്ക്. ഒരു താലൂക്കിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ താലൂക്കിലോ പ്രവർത്തന പരിധിയുള്ള സൊസൈറ്റികളാണെന്ത്? ലാർജ് സൈസ്ഡ് സൊസൈറ്റീസ്. MGNREGA ഈസ് ഒരു എക്സ്പാൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗവൺമെന്റ് ആക്ട്, ബി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, സി മഹാത്മാഗാന്ധി നാഷണൽ റിസർച്ച് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, ഡി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയീസ് ഗവൺമെന്റ് ആക്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ എന്താണ് ഈ MGNREGA എന്ന് പറയുന്നത്? ഇതൊരു നിയമമാണ്. 2005 വന്ന ഒരു ആക്ട് ആണ്. ഇത് മുൻകാലത്ത് അറിയപ്പെട്ടിരുന്നത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നായിരുന്നു. NREGA, മഹാത്മാഗാന്ധി, MG എന്ന് ഇല്ലായിരുന്നു. ഇതെന്താണ്? ഇത് ലക്ഷ്യമാക്കുന്നത് വർക്ക് ചെയ്യാനുള്ള അവകാശത്തിന് ഗ്യാരണ്ടി നിൽക്കുക, റൈറ്റ് ടു വർക്ക്. ആ പേരിൽ തന്നെ ഉണ്ട്, എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. എന്താണ്? വർക്ക് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്ന് ഗ്യാരണ്ടി നിൽക്കുന്ന ഒരു ഇന്ത്യൻ സോഷ്യൽ വെൽഫെയർ മെഷറാണെന്ത്? നമ്മുടെ MGNREGA എന്ന് പറയുന്നത്. ഈ ഒരു നിയമം നിലവിൽ വന്നത് 23 ഓഗസ്റ്റ് 2005 ഇത് നിലവിൽ വന്നത് എന്നായിരുന്നു? 2006 ഫെബ്രുവരിയിലും. മറക്കരുത്, MGNREGA, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. When was the National Cooperative Development Corporation established? Options നോക്കാം. A 1956, B 1963,
C 1975 and D 1980. Answer is option B 1963. എന്നാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിക്കപ്പെട്ടത്? എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്? NCDC. നിങ്ങൾ വ്യക്തമായിട്ട് എക്സ്പാൻഷൻ പഠിക്കണം. N എന്താണ്? നാഷണൽ, C കോപ്പറേറ്റീവ്, D ഡെവലപ്മെന്റ്, അവസാനത്തെ C എന്താണ്? കോർപ്പറേഷൻ ആണ് വരുന്നത്. ഇത് എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? 1963 മാർച്ച് 13. ഡേറ്റ് അടക്കം പഠിക്കുക. എന്നാൽ ഈ NCDC ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1962 NCDC നിലവിൽ വരുന്നത് 1963 ആരാണ് NCDC റെക്കമെൻഡ് ചെയ്തത്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. ആരുടെ സക്സസർ ആണ്? സക്സസർ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൌസിംഗ് ബോർഡ് 1956. ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, മിനിസ്ട്രി ഓഫ് കോപ്പറേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. ഓക്കെ, ഇതിന്റെ മോട്ടോ എന്താണ്? അസിസ്റ്റിംഗ് കോപ്പറേറ്റീവ്സ് ഓൾവേസ്. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. കൂടാതെ ഇതിന് എന്തുണ്ട്? 18 റീജിയണൽ സ്റ്റേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. NCDC സ്റ്റാർട്ട് ചെയ്തത് 3rd 5-year പ്ലാനിലാണ്. UN and ICA celebrating dash as International Cooperative Day. ഓപ്ഷൻസ് നോക്കൂ. A first Saturday of November, B first Saturday of July, C second Saturday of July, and D none of these. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. എന്താണ്? UN-ഉം ICA-യും എന്നാണ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്നാണ്? ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച. മറന്നു പോകരുത്, ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. നമ്മുടെ ഫസ്റ്റ് ആയിട്ട് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡേ വാസ് സെലിബ്രേറ്റഡ് ഓൺ എന്നാണ്? 1923 ജൂലൈ 7 എന്നാണ്? 1923 ജൂലൈ 7 ലണ്ടനിൽ വെച്ചിട്ട്. കൂടാതെ എല്ലാ വർഷവും ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈയിലാണ് കോപ്പറേറ്റീവ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച. പിന്നീട് ഈ നമ്മുടെ UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, എന്ന് മുതലാണ് കോപ്പറേറ്റീവ് ഡേയ്സ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ 1995 1995 മുതലാണ് UNO കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ തീം, നമ്മുടെ ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ തീം ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? കൊപ്പാക് ആണ്. കൊപ്പാക് എന്താണ്? കമ്മിറ്റി ഫോർ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. മറന്നു പോകരുത്, കമ്മിറ്റി ഫോർ പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. അപ്പോൾ എല്ലാ വർഷവും എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന കോപ്പറേറ്റീവ് ഡേ? എവ്രി ഇയർ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ.